ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ഇത് പറഞ്ഞോട്ടെ, ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഇയാള് പറഞ്ഞു, ആരെങ്കിലും പറയേണ്ടത് പറഞ്ഞോ? പറയാൻ വന്നത് മറന്നുപോയി. ഞാൻ പോകുന്നില്ലാലോ, ഞാനിവിടെ ഉണ്ടല്ലോ. ഈ പറഞ്ഞതിന് ഞാൻ പറയട്ടെ. അവിടെ ആർക്കും വായുഗുളിയൊന്നും വാങ്ങിക്കണ്ടല്ലോ. എന്നാ പോണ്ട. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ലാട്ടോ. പറയുന്നുണ്ടെങ്കിലേ നമുക്കത് കൂട്ടി വെക്കാലോ അങ്ങനെയാണെങ്കിൽ. പറയാലോ, എന്താ നിങ്ങൾ ബേജാറാകുന്നു? ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. അതാണ് അങ്ങ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക വെച്ചാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതേ വഴിയുള്ളൂ. 3 ദിവസമായി ഞാൻ വിജയമോനെ ശ്രദ്ധിക്കുകയാണ്. ഒരു മന്നത പോലെ എന്തോ സൈക്ലിക് കോക്ലിക് പ്രോബ്ലം ആണ്, എന്തോ കണസാകുന്ന പ്രശ്നമാണ്. താങ്കളുടെ ഓഫീസിലെ താങ്കൾ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ ആരോപണം വരുമ്പോ CM-ന് ഒരു സങ്കടമോ പ്രയാസമോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? നീ മിണ്ടായിരിക്ക. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഇത് ശരിയാണെന്നല്ലേ? അല്ല, അത് ശരി. അതങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടല്ലേ കാണുന്നത്? അല്ല, അതും കൂടി നിനക്ക് മതിയായില്ലേടാ ചൊറിയും പട്ടി. ഏത് ചാനലാ? ഇപ്പൊ റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ. റിപ്പോർട്ടർ അല്ല, ഇപ്പൊ എല്ലാ ചാനലും ചിരിക്കുമല്ലോ, എന്തായാലും ചിരിക്കുമല്ലോ, എല്ലാരും പറഞ്ഞിരിക്കല്ലേ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിലെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി.